ഇന്നലെ ഞാനൊരു കുഞ്ഞി തിമിംഗലത്തിനെ കണ്ടു. 2ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് നീല തിമിംഗലത്തിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് തിമിംഗലത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ തിമിംഗലത്തിനെ കാണിക്കുന്നതിന് വേണ്ടി എന്നെയും കൊണ്ട് 5 കോടി വർഷം പുറകിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കടലുകളിലെല്ലാം നോക്കിയിട്ട് ഒരൊറ്റ തിമിംഗലത്തിനെ പോലും ഞങ്ങൾക്ക് കാണാനായില്ല. നമ്മുടെ പാകിസ്ഥാൻ അന്ന് എവിടെയാണോ ആ സ്ഥലത്ത് ചെന്നപ്പോൾ നായയുടെ വലിപ്പമുള്ള ഒരു ജീവിയെ ചൂണ്ടിക്കാണിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഇതാണ് പാക്കിസീറ്റസ്. ഈ ജീവി വെള്ളത്തിലേക്ക് ഇറങ്ങി പിന്നീട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രസന്റിൽ കേട്ട തിമിംഗലം ഉണ്ടായത്. ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം പാക്കിസീറ്റസിനേക്കാളും 10,000 മടങ്ങ് വലിപ്പമുള്ള ജീവിയാണ് നമ്മുടെ നീല തിമിംഗലം. ഇങ്ങനെയൊക്കെ 2ാം ക്ലാസ്സിൽ നടന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇന്നിരുന്ന് ആലോചിക്കുകയാണ്. പക്ഷേ തിമിംഗലത്തിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്ന ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു 3-4 ചോദ്യം അടുപ്പിച്ച് ചോദിച്ചപ്പോഴേക്കും അച്ഛൻ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. കാര്യം അച്ഛനും തിമിംഗലത്തെക്കുറിച്ച് ആദ്യമായിട്ടാണ് കേട്ടത്. പലപ്പോഴും കുട്ടികളുടെ ക്യൂരിയോസിറ്റി പറഞ്ഞ ചോദ്യങ്ങളെ മുതിർന്നവർ ചിലപ്പം കളിയാക്കും. അച്ഛൻ കളിയാക്കിയിട്ടുണ്ട്. ചിലപ്പം ശ്രദ്ധിക്കത്തില്ല. അച്ഛൻ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ട്. ചിലപ്പോൾ ദേഷ്യപ്പെടും, മൂഡ് ശരിയല്ലെങ്കിൽ. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കുട്ടിക്കാലത്ത് തന്നെ തിമിംഗലത്തെ കൊണ്ട് കാണിക്കണമെന്നൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് തിമിംഗലത്തിൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവായ കരയിലുള്ള ഹിപ്പോപ്പൊട്ടാമസിനെങ്കിലും ഒന്ന് കാണിച്ചു തന്നിട്ട് പറയാം, ഇത് തിമിംഗലത്തിൻ്റെ റിലേറ്റീവാണ്, നീ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ലക്ഷറി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനൊരു ആവേശ് കുമാറായി തീരും. പിന്നെ പരീക്ഷയ്ക്ക് ഇത് വരുമോ ടീച്ചറെ, പിന്നെ മാർക്ക് നോക്കാതെ പഠിക്കാൻ കഴിയുന്നതും മറ്റൊരു ലക്ഷറി ആയിട്ടാണ് ഞാൻ ഇന്ന് പരിഗണിക്കുന്നത്.